എല്ലാവർക്കും എന്താ പറയുക, വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് വളരെ അറിവ് എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഇങ്ങനത്തെ ആപ്പ്സൊക്കെ പറയല്ലേ, ലൈക്ക് അടിച്ചത് എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയ്ക്ക് പോകുന്നത് ഈ ആപ്പ് കളിക്കാം. ആപ്പിൻ്റെ ഒരു ഇൻഷോട്ട് എന്നാണ്. ഈ എന്ത് അല്ല ഐ മീൻ ഈ ആപ്പിൽ എന്ത് വഴി നമുക്ക് എന്താ പറയുക ഇതാക്കാൻ പറ്റും, ആക്കാൻ പറ്റും, പിന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ആ വീഡിയോ വൃത്തിയായിട്ടാണെങ്കിൽ അത് കട്ട് ചെയ്യാൻ വരെ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും, പാട്ട് വയ്ക്കാൻ പറ്റും. നമ്മൾ തയ്ക്കുന്ന പാട്ടില്ല, പക്ഷെ അടിപൊളി പാട്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ മ്യൂസിക്കില്ലേ ആപ്പില് അതിലുള്ള പാട്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ വെയിറ്റ് ചെയ്യുന്നത് അപ്പുറത്തെ ലിങ്കിൽ ഞാൻ അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, അതിൽ പോയി ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബൈ. ഓക്കെ ഗായ്സ്, നമ്മുടെ മറ്റേ ബൈക്ക് റേസിൻ്റെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാവും. നമ്മുടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അതിൽ ദീപക്ക് സെക്കൻഡ് ആയിരുന്നു, ഹാദി ഫസ്റ്റ്, ഞാൻ തേർഡ്. എൻ്റെ എല്ലാം ബോർഗഡി ഇപ്പോഴും ഉണ്ട്, അതിനിപ്പോൾ കാണിച്ചു തരാം. അത് ഇവിടെ ഉണ്ടായിരുന്നു. ആ വണ്ടികൾ പോയി അതേയിരിക്കണേ, എൻ്റെ വണ്ടി ഇവിടെ തന്നെ ഉണ്ട്. അന്നാ അതിക്ക് ഫസ്റ്റ് കിട്ടിയത്. പിന്നെ മറ്റേ എൻ്റെ ദീപക്കിന് സ്കോർപ്പിയോ സിൽവർ കളർ കിട്ടി. പിന്നെ ഹാദിക്ക് ഡയമണ്ട് GTR കിട്ടി. ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോവാ. അവൻ്റെ വീട്ടിൽ പോയിട്ടില്ല, എന്താ പറയുക, ആദ്യയുടെ വീട്ടിൽ പോയിട്ടില്ലേ, ഞാൻ വണ്ടികളൊക്കെ അടിച്ചു മാറ്റാൻ പോവാ. അവനാകെ ഒറ്റ വണ്ടിയുള്ളൂ, അതാണ് ആ ഗോൾഡൻ GTR. സോറി, ഗോൾഡല്ല എന്നെ പറയാം, ഡയമണ്ട് GTR. ആ GTR ഞാൻ അടിച്ചു മാറ്റാൻ പോവാ. എൻ്റെ ഓൾറെഡി ഡിഫറെൻറ്റ്. പിന്നെ നിങ്ങൾക്കത് കാലം അറിയാം, മറ്റവൻ്റെ വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് സാധനമൊക്കെ അടിച്ചു മാറ്റാൻ. ഐ മീൻ നമ്മളെ എന്താ പറയുക, GTR അടിച്ചു മാറ്റാൻ. GTR പിന്നെ വലിയ കാര്യത്തിൽ അടിച്ചു മാറ്റാൻ പറ്റില്ലെങ്കിലും നമുക്ക് അടിച്ചു മാറ്റണം. എന്തൊക്കെയാണെങ്കിലും നമ്മളത് അടിച്ചു മാറ്റിയിരിക്കും. വണ്ടി ഒന്ന് പോവാത്ത വണ്ടിനെ കണ്ടറൊന്നുമില്ല, ഇരിക്കുന്ന ഓർത്തിട്ട് ഞാൻ പണിയത്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, സോമനെ വിളിക്കാം. അല്ലെങ്കിൽ വേണ്ട, സോമൻ്റെ വീട്ടിൽ പോവാം. സോമൻ പുതിയ വീടൊക്കെ എടുത്തു. സോമൻ്റെ വീട് എന്ന് പറയുന്നത് എൻ്റെ വളർത്ത മന്നം പോയിട്ടില്ലേ, ആ വീട്. രണ്ട് സോമന് വേറെ വീടൊക്കെ ഇല്ലേ, നമുക്കപ്പോൾ നേരെ പോവാം. പിന്നില്ലേ ഒരു കാര്യം പറയാൻ തോന്നിട്ടാ, നേരത്തെ ഒരു വീഡിയോ പറഞ്ഞില്ലേ, ആ വീഡിയോ എല്ലാവരും കണ്ടല്ലോ, എന്നാലും ഈ സ്റ്റോറി മനസ്സിലാവുള്ളൂ. നമുക്കിപ്പോൾ നേരെ പോവാം. ഇവിടെ പിന്നെ നമ്മൾ സോമൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടാ, അപ്പോൾ നൈസായിട്ട് ഈ സോമനെ വിളിച്ചു നോക്കാം. ഒരു കാര്യമാണല്ലോ, എൻ്റെ അമ്മച്ചി അവിടെ തലടിച്ച് വീണ് ഭാഗ്യം പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ തല ഇന്ന് കശത്തൊക്കെ ഉണ്ടായില്ലേ. അതിലാവട്ടെ, സോമൻ വീട്ടിലില്ലേ, വീട്ടിലല്ലോ. വേണ്ടി നമുക്കില്ലേ ആളെ വിളിച്ചു നോക്കാം. ആള് ഫോൺ എടുത്താലോ, പറയാൻ പറ്റില്ല. ആള് ഫോൺ എടുക്കണില്ലല്ലോ, വീണ്ടും വിളിച്ചു നോക്കാം. എന്നിട്ടും ഫോൺ എടുക്കണില്ലയോ, ആൾക്കെന്താ പറ്റിയേ? നമുക്ക് വീട് കൊത്ത് സെർച്ച് ചെയ്ത് നോക്കാം. സോമനെ വിളിച്ചേക്കാം. സോമയല്ലേ വീട്ടിൽ ഇല്ലല്ലോ കേട്ടോ, ആര് പറഞ്ഞു, ഞാൻ അവിടെ തന്നെ ഉണ്ട്. അതെന്തോ വിളിച്ചേ? എടാ എനിക്കിനി വണ്ടി അടിച്ച് മാറ്റണം. വണ്ടി അടിച്ച് മാറ്റി, വണ്ടി അടിച്ച് മാറ്റി, എനിക്കിത് വട്ടായ. എടാ വണ്ടി ഇടിയൊക്കെ വെച്ചെന്നുണ്ടല്ലോ, വട്ടല്ല അതിനല്ലേ, എനിക്കൊരു വണ്ടി അടിച്ച് മാറ്റണം. അതല്ലേ നേരത്തെ പറഞ്ഞ. അല്ല, ഏത് വണ്ടി അടിച്ച് മാറ്റണ്ടേ? ഞാൻ സെക്യൂരിറ്റി ഗാർഡ്സിനൊക്കെ അയക്കാം. മതിയാ? വേണ്ട, എനിക്കില്ലേ എൻ്റെ കൂട്ടുകാരുടെ വണ്ടി അടിച്ച് വരണം. കൂട്ടുകാരുടെ അടിച്ചു മാറ്റി, എനിക്കെന്താ വട്ടായ? സ്വന്തം കൂട്ടുകാരുടെ വണ്ടി അടിച്ച് മാറ്റണ് അല്ലടാ. എന്നാലും വലുതൊന്നും അടിച്ചു മാറ്റാൻ വലുതടിച്ചു മാറ്റ്. അപ്പൊ എനിക്ക് വട്ട് തന്നെയാ. ഞാനല്ല തോക്കാട്ടിരിക്കണ്, ഒരു ഒറ്റ പിടിയാന്ന് പിന്നെ പണിയിലും. അയ്യോ വേണ്ടടാ, അച്ഛൻ പറഞ്ഞതാ. അല്ല എന്നാലും നീക്കെന്താ കൂട്ടുകാരെ വണ്ടി വെച്ചിരുന്നു? എടാ ആ സഞ്ജയ് പിന്നെ അതിന്റെ ബില്യനറാണല്ലോ, അവൻ്റെ ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ട്. അവൻ്റെ അല്ല, അവൻ്റെ അച്ഛല്ലേ, അതെ, അവൻ്റെ വലിയ ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ട്. കൂടാതെ അവനൊരു വലിയ ബിൽഡിങ് താമസിക്കും. അതിനില്ലേ എനിക്ക് ആ വണ്ടി അടിച്ച് മാറ്റണം. അവൻ്റെ എല്ലാ വീട്ടിലത്തെ എല്ലാ വണ്ടികളും അടിച്ച് മാറ്റണം. ഇല്ല മന്ത്രി കണ്ടേഷൻ വിളിക്കുന്നതാണല്ലോ, എല്ലാ വണ്ടി കിട്ടില്ലേ? നമ്മടോ ഗണ്ണടക്കിന് തോന്നിയ സമയം ഞാൻ വീട് വെച്ച് ഞാൻ പൊട്ടിക്കും രണ്ടി. വേണ്ട ഞാനുണ്ടോ പറഞ്ഞത്. അല്ല എന്നാലും എന്തിനാ കൂട്ടുകാരെ വണ്ടി അടിച്ച് പോയിട്ടുണ്ട്? എനിക്കതാ മനസ്സിലാവത്തത്, അതുകൊണ്ട് വെച്ചാണ്. അങ്ങനെ
അത് പിന്നെ അവന്മാർക്ക് വലിയ ഷോയാ. ഒരു വലിയ റേസ് വെച്ചത് പറഞ്ഞിട്ട് അവന്മാര് ഭയങ്കര എന്നെ ഒരുപാട് കളിയാക്കി. എന്റെ ഡിഫൻഡർ ഉണ്ടോ, എന്റെ ഗ്ലാസ് പൊട്ടിരിക്കുക. ഞാൻ പൊട്ടിച്ചാണ് വേറെ കഴിയും. പക്ഷെ എനിക്കില്ലേ ഇതിലും ചെയ്തേ പറ്റൂ. എനിക്ക് പ്രതികാരം ചെയ്യണം ഈ ഗണ്ണി വെച്ചിട്ട്. എന്ത് പൊട്ടനാണ് അതിലോട്ടെ. എനിക്കപ്പോ വണ്ടി അടിച്ചു മാറ്റണം. അതെ, ഞാൻ വേഗം ഒരു വണ്ടി അടിച്ചു മാറ്റി. ആളെ തോമാ ഞാൻ പോയിട്ട് അടിച്ചു മാറ്റിയില്ലേ. സോമനെ നമ്മളെ സഹായിക്കാൻ ഉദ്ദേശിച്ചാണ്. ആള് സ്വയം വണ്ടി അടിച്ചു മാറ്റാൻ പറയാം. എനിക്കിന് ചെറിയതൊരു പേടിയുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ അത് ഈ ബില്യനറിന്റെ വീട്. ഒന്നാമത്തെ കാര്യം അവിടെ ഒരുപാട് സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ വീട് ഇപ്പോൾ എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൂരം ഉണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ എങ്ങനെ നമ്മളവിടെ വരെ പോവാ? ഡിഫൻഡർ പിന്നെ നൈസ് വണ്ടിയാണ്, ഇത് ബില്യനറായിട്ട് ഉൾപ്പെടും. പക്ഷെ എനിക്ക് പുതിയ വണ്ടി ഓടിക്കണം. എന്നെ മറ്റേ വല്ല പുറകിൽ എടുത്തു കഴിഞ്ഞാൽ അവൻ എന്തായാലും കളിയാക്കും. കാണാൻ വന്ന് ഞാനില്ലേ ആ വണ്ടി എനിക്ക് കിട്ടിയ. എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യാം, സ്വന്തമായിട്ടൊരു വണ്ടി പിടിക്കാൻ പറ്റും നോക്കി നോക്കാം. എന്നാലും വണ്ടി പിടിക്കാൻ വേണമെങ്കിൽ നല്ല കാശൊക്കെ ഉണ്ടാവും. എന്തായാലും 2 കോടി അതിൻ്റെ പേരുണ്ടാവും. പിന്നെ ഞാൻ ഇപ്പം എന്താ ചെയ്യുക? വണ്ടി മേടിക്കുക അല്ലെങ്കിൽ ഈ വണ്ടി കൊണ്ട് പോവുക. 2 ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ കാര്യം ചെയ്യാം, ഈ വണ്ടി കണ്ട പോവുക, അതാർക്കും നല്ലത്. അല്ലെങ്കിലേ അവനെന്നെ കളിയാക്കും. അല്ല ഒരു മിനിറ്റ്, ഇത് പെണ്ണ് ഇതവളുടെ കൂട്ടുകാരനല്ലേ? ഇതെന്നത് ഡിഫൻഡറാ? ഇപ്പം പറ്റിയേ എന്റെ വണ്ടി പോയിട്ട് ആളിടിച്ചു. 2 ആള് ചത്തതാനും ചത്തിട്ടുണ്ടാവില്ല. ആയിരിക്കും അപ്പൻ്റെ ഒരു ആക്ട് എടുത്തോട്ട് പൊടി കിടന്നു. എനിക്ക് തോന്നിയ ആക്ടിങ് ആയിരിക്കുന്നു. സന്ധ്യ വന്ന് അവളെ സഹായിച്ചോളൂ. അവള് വലിയ ഷോട്ട് ചെയ്തിട്ട് ഓക്കെ ഗൈസ്, എനിക്കിപ്പോൾ എന്താ ചെയ്യുന്നത് മനസ്സിലായിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആര് ബിൽഡിംഗ് ഇവിടെയാണ്. ബിൽഡിംഗ് ഇവിടെയാണ്, അത് സത്യം. ഓക്കെ, ആ ബിൽഡിംഗ് എവിടെയെങ്കിലും ഉണ്ടാവും, എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ആ ബിൽഡിംഗ് ഏതാണോ കേട്ടോ, എനിക്കറിയില്ല ബിൽഡിംഗ് ഏതാണ്. ഇഷ്ടംപോലെ ബിൽഡിംഗ് ഉണ്ട്. ഓ ആ GTR ഇവിടെ തന്നെ ഉണ്ട്. എന്ത് രസമുണ്ടല്ലേ വണ്ടി GTR കാണാൻ. ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടിയും കടിച്ചു മാറ്റാം. സോമന ചത്തുകൊടുക്കണു. സോമനാ സഞ്ചരിക്കുന്നു. സഞ്ചി അവിടെ പോയി എന്താ കാണിക്കാൻ പോണു? എന്റെ വണ്ടി അടിച്ചു മാറ്റാൻ പോവാണോ? സമ്മതിക്കില്ല ഞാൻ. എന്റെ വണ്ടി എങ്ങനെ ഞാൻ തൊട്ടാ എന്റെ അവസാനം ഇരിക്കും. എന്ത് ചെയ്യും? ഇന്നടിച്ചോ എന്റെ അമ്മച്ചി. അവൻ എന്ത് ചെയ്യുന്നു? അയ്യോ എന്റെ വണ്ടി അടിച്ചു മാറ്റാൻ പോണ്. എടാ നിക്കണോള്, എന്റെ വണ്ടി അടിച്ചു മാറ്റുന്നോ നീ? ഞാൻ പോലീസിനെ കംപ്ലൈന്റ് ചെയ്യും. നീ എന്ത് കാര്യമാണെങ്കിൽ ചെയ്യും. എന്റെ വണ്ടി അടിച്ചു വരുന്നുണ്ട്. ഓ ശരിയെന്നാ ഞാൻ സഞ്ജയ് വിളിച്ചത്. അതിലോട്ടെ അപ്പൊ വണ്ടി എടുത്ത് പറപ്പിക്കാം. ഈ വണ്ടിക്ക് നല്ല സ്പീഡുണ്ട്, നല്ല സ്പീഡുണ്ട്. എന്തായാലും ഒരു 100 കോടി കടക്കും. അമ്മാതിരി സ്പീഡായി വണ്ടിക്ക്. അടിക്കണേ അമ്മച്ചി. വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ പൊളിഞ്ഞില്ലേ? പൊളിന്ന് വെച്ചിട്ടുണ്ട് വരാഞ്ഞാടെ വണ്ടി. പക്ഷെ ഇത് GTR ആയതുകൊണ്ട് മോഡിഫിക്കേഷൻ ഉണ്ട്. പക്ഷേ ഓർമ്മ അത് കൊള്ളാം. നമ്മളങ്ങനെ ഇവന്റെ ആദ്യയുടെ വണ്ടി അടിച്ചു പറ്റി. ഇത്ര ഞാൻ സഞ്ജയ് എന്ന് പറഞ്ഞോണ്ടിരുന്നത് ആദ്യ വണ്ടി അടിച്ചു. അപ്പോൾ നിങ്ങളടുത്ത വീഡിയോയിലില്ലേ, പിന്നെ നിങ്ങൾ ഈ വീഡിയോയിലില്ലേ കമൻറ്റ് ചെയ്ത് ഞങ്ങളെ മറ്റേ അന്ന് നമ്മുടെ ഫായിങ് വെച്ച് ഈ വേഗം കൊണ്ടുവന്നില്ലേ, ആര് വണ്ടി അടിച്ചവരോട് നിങ്ങളെ ഞാൻ പറഞ്ഞേക്ക്. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ബെല്ലൈക്കൻ കൂടെ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും